കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്ന ലേശം ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു സാമുദായിക നേതാവെന്ന് അറിയപ്പെടുന്ന ഒരു അധ്യാപിക, ഒരു ടീച്ചർ, അങ്ങനെ വിളിക്കാൻ എന്റെ നാവിന് വിഷമമുണ്ട്. അവര് പറഞ്ഞത്, ഈ ഇന്ത്യ രാജ്യത്തിന്റെ പൗരനാണെങ്കിലും അവർക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിലും ഇന്ത്യയിലെ പാസ്പോർട്ട് ഉണ്ടെങ്കിലും അവർ മുസ്ലിം ആണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മുസ്ലിം ആയാൽ എന്താ കുഴപ്പം? നായർക്കാകാമെങ്കിൽ നാടാർക്കാർക്കാമെങ്കിൽ ഈഴവനാകാമെങ്കിൽ ഈ കേരളത്തിന്റെ സാമൂഹിക സൗഹാർദ്ദങ്ങളെ കണ്ണിലെണ്ണ ഒഴിച്ചതുപോലെ സൂക്ഷിച്ചു വെച്ച് ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ, ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ മുസ്ലിം ആയതുകൊണ്ടൊരു തടസ്സമുണ്ടാവില്ല. 6% മാത്രം ക്രിസ്ത്യാനികളുള്ള തമിഴ്നാട്ടിൽ ജോസഫ് വിജയിക്ക് മുഖ്യമന്ത്രിയാകാമെങ്കിൽ 25% മുസ്ലിമീങ്ങളുള്ള കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാകുന്നതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. ജോസഫ് വിജയ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എത്രയാ? 6%. തമിഴ്നാട്ടിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഈ കേരളം വലിയ പുരോഗതിയിലാക്കുകയാണെന്ന് പറയുന്നത് വെറുതെയാണ്. 25% വരുന്ന ഒരു സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി വന്നാൽ കേരളത്തിന്റെ ഒന്നും തകർന്നു പോയില്ല. അങ്ങനെ തകർക്കുന്ന പാരമ്പര്യമല്ല മുസ്ലിമിന്റേത്. ഈ നാടിന്റെ പൈതൃകത്തെ, സൗഹാർദ്ദത്തെ, മതസൗഹാർദ്ദത്തെ ഒക്കെ ചേർത്ത് പിടിച്ച് നടന്നു പോകുന്ന ഒരു പൈതൃകമാണ് മുസ്ലിം സമൂഹത്തിന്റെ പൈതൃകം. അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കേരളം അത്രമേൽ വിശിഷ്ടമാണെന്ന് പറയുന്ന ഈ വിഷപ്പാമ്പുകൾ വിഷം ചീറ്റുന്ന ഒരു കാലത്ത്, അംഗീകരിക്കാൻ വൈമനസ്യമുള്ള കാലത്ത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്ന ഒരു സമുദായത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിലും ആധാർ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എത്രമേൽ വിഷലിപ്തമായ വർഗീയതയുടെ വിത്തുകളാണ് ഈ സുന്ദര കേരളത്തിൽ ഇവർ വിതയ്ക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോഴും പ്രശസ്ത മാധ്യമ പ്രവർത്തക ഷാനി പ്രഭാകരന്റെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ വിഷം തുപ്പിയിട്ടും നമ്മൾ ഈ കേരളത്തിൽ മനോഹരമായി സൗഹാർദ്ദത്തോടെ ജീവിച്ചു പോകുന്നല്ലോ എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശ്വാസം. ഇവരൊക്കെ ഉണ്ടായിട്ടും തവനൂരിലെ ക്രിസ്ത്യാനിയായ VS ജോയി ജയിക്കുമ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അംഗബലം എത്രയാണ്? ആ VS ജോയിക്ക് വോട്ട് കൊടുക്കാൻ അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തിന് യാതൊരുവിധ വൈമനസ്യവുമില്ലെങ്കിൽ അതാണ് കേരളം.